ഹലോ ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാവണമെങ്കിൽ ഒരു ഐഡിയ മാത്രം പോരാ, ആ ഐഡിയയെ സപ്പോർട്ട് ചെയ്യാനും ആ ഡ്രീമിൽ വിശ്വസിക്കുന്നതിനും കുറച്ച് ടീം നമ്മുടെ കൂടെ വേണം അല്ലെ. സോ അതുപോലെ ഒരു വലിയ വിഷൻ മുന്നോട്ട് കൊണ്ടുവന്ന് ബെക് ടവർ എന്നൊരു ആശയം നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ള 3 പേരാണ് ഇത് നമ്മുടെ കൂടെ പോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്യുന്നത്. നസീർ സർ, അഭിലാഷ് സർ, ഷാൻ സർ. ഹായ്, വെൽക്കം. സോ ഐ എം സ്റ്റാർട്ടിംഗ് വിത്ത് നസീർ സർ. സോ ആദ്യം തന്നെ ഈ ബെക് ടവർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എന്താണ് ബെക് ടവർ, അതുപോലെ ഇതിന്റെ സ്റ്റാർട്ടിങ് കോൺസെപ്റ്റിന്റെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ്? ഈ ബെക് ടവർ നമ്മുടെ ഒരു ആശയം വന്നത് ഇവിടെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഏറ്റവും വലിയ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ 3 വർഷം ഈ മേഖലയിലെ ഒരു എക്സ്പീരിയൻസ്, പിന്നെ മോഡുലാർ കിച്ചൻ്റെ ഇന്റീരിയറിൻ്റെ ഇവിടുത്തെ സാധ്യതകൾ, പിന്നെ നമ്മളെ കൺസ്ട്രക്ഷൻ മേഖലൻ്റെ സാധ്യതകൾ, ഇങ്ങനെയുള്ള ആശയം വന്നാൽ ഇതാണ് നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് നമുക്ക് വരാനുണ്ടായ ഒരു കാരണം. അതാണ് നമ്മൾ ബെക് എന്നുള്ള ഒരു ആശയം വരാൻ കാരണം. അതുപോലെ തന്നെ ഒരുപാട് കമ്മ്യൂണിറ്റീസ്, ബിസിനസ് കമ്മ്യൂണിറ്റീസ് നമുക്ക് ചുറ്റിലുണ്ട്. സോ അതിൽ നിന്നും ബെക്കിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ ബിസിനസ്സിൽ ഇപ്പം ഇൻവെസ്റ്റ്മെന്റ് പല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പം പല മേഖലകളിൽ, ഇപ്പം ബാങ്കിലായിക്കോട്ടെ പല മേഖലകളിൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ ബെക്ക് കൊടുക്കുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി അല്ല. ഈ ബെക് ടവർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി എന്താണ് ഈ ബെക് ടവർ ആൻഡ് ഇതിന്റെ സ്റ്റാർട്ടിങ് എവിടെ നിന്നായിരുന്നു? ബെക്കിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവം തന്നെയാണ്. എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസും എൻ്റെ ഒരു അനുഭവമാണ് ഈ ബെക് ടവറിന്റെ ആശയം വരാനുണ്ടായ കാരണം. ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു പല മേഖലകളിലാണ് ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നത് വെറും ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി മാത്രമാണ്. പക്ഷെ ബെക്ക് കൊടുക്കുന്നത് അവർക്ക് പാർട്ട്ണർഷിപ്പ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ, അതായത് ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബെക്കുമായിട്ട് ബന്ധപ്പെടുകയാണ് ബിസിനസ്സിലൂടെ ഒരു പാർട്ട്ണർഷിപ്പ്. ഇതാണ് ബെക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റുള്ള കമ്പനീസ് വെച്ച് നോക്കുമ്പോൾ ബെക്കിന്റെ ഒരു പ്രവർത്തന രീതി എങ്ങനെയായിരിക്കും? ബെക്കിന്റെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ ബെക്കിന് കൃത്യമായ ഒരു കമ്പനി ഒരു പ്രോസസ്സ്, ഒരു SOP നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അതിലാണ് അതായത് നമ്മുടെ ആളുകൾ, നമ്മുടെ പാർട്ട്നേഴ്സ് ആയാലും സ്റ്റാഫ് ആണെങ്കിലും ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ അതേസമയം അത് അക്കൗണ്ടബിളും ആയിരിക്കും. ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി കൊടുക്കുമ്പോൾ ഈച്ച് വൺ വിൽ ബി അക്കൗണ്ടബിൾ ഫോർ വാട്ട് ദേ ആർ ഡൂയിങ്. അപ്പോൾ അതിൽ നിന്ന് മാത്രമല്ല, നമ്മൾ ഈ 30ഓളം പാർട്ട്നേഴ്സ് വരുന്നത് വിവിധ മേഖലകളിൽ നിന്നാണ്. അത് ഞങ്ങളുടെ പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ പോലും ഞങ്ങളതിൽ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയിലുള്ള ആളുകൾ മാത്രമല്ല സെലക്ട്, ഓരോ ബിസിനസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള പല മേഖലകളിലുള്ള പല വർക്ക് കൾച്ചറിൽ നിന്ന് വന്ന ആളുകളെയാണ് ഞങ്ങളൊരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യും. ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കിട്ടുമ്പോൾ നമ്മളിപ്പോൾ ഒരു SOP ക്രിയേറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും, ഇപ്പം എൻ്റെ വർക്ക് എക്സ്പീരിയൻസ്, എൻ്റെ പാസ്റ്റ് 25 ഇയേഴ്സിന് മേലെ എൻ്റെ മൾട്ടിനാഷണൽ കമ്പനി എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസിൻ്റെ കൂടെ അതുപോലെ തന്നെ ഇല്ലെങ്കിൽ അതിലോ ബെറ്ററായിട്ട് വർക്ക് ചെയ്ത ആളുകളും കൂടിയാണ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുക. അപ്പോൾ അവരുടെ എല്ലാം എക്സ്പീരിയൻസ് നമ്മളും ഷെയർ ചെയ്യും. അപ്പോൾ ആ ഒരു SOP ക്രിയേഷനിലാണെങ്കിലും ഒരു കമ്പനിയുടെ ഒരു പ്രോസസ്സിലാണെങ്കിലും നമുക്കിത് ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇത്തരം കാര്യങ്ങളെ നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്കത് വളരെ എന്താ പറയുക അർത്ഥവത്തായ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വർക്ക് കൾച്ചർ കൊണ്ടുവരിക, ഷെയർഡ് റെസ്പോൺസിബിലിറ്റി കൊണ്ടുവരിക, അക്കൗണ്ടബിലിറ്റി, ഇതാണ് നമ്മുടെ ഒരു വർക്ക് രീതിയുടെ ഒരു ഡിഫറൻസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സർ, അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ടീമിന്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ നിങ്ങൾ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് വിചാരിക്കുന്നത്? നമ്മളൊരു സ്ഥാപനത്തിൻ്റെ ഒരു ഓപ്പറേഷണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് മാത്രം പോരാ. എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പ്രൊഫഷണലുകളും വേണം. അതുപോലെ ഇന്നൊവേറ്റീവായ ന്യൂ ജനറേഷൻ ആൾക്കാരും ഇല്ലെങ്കിൽ യങ് ബ്ലഡും വേണം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരേ സമയം പ്രൊഫഷണൽസ്, എക്സ്പീരിയൻസ്ഡ് ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുകയും അതോടൊപ്പം പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ഏറ്റവും ലേറ്റസ്റ്റായ ഐഡിയാസും അവരുടെ തിങ്കിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അറിയാലോ, ന്യൂ ജെൻസിയുടെ എല്ലാം അൺലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ അതിനെ രണ്ടിനെയും കൂടെ, അപ്പോൾ അതൊരു ബാലൻസ്ഡ് ആയിട്ട്, അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സ്പീരിയൻസും ന്യൂ ജെനും കൂടെ ജോയിൻ ചെയ്യിപ്പിച്ച് അവരെ രണ്ടുപേരെയും കൂടെ അവരുടെ മാക്സിമം ഔട്ട്കം നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അതിനുള്ളൊരു പ്ലാറ്റ്ഫോം ഓപ്പറേഷണൽ വൈസിൽ അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൾച്ചറും ആ വർക്കിംഗ് കൾച്ചറും കാര്യങ്ങളും നമ്മൾ ഇതിലേക്ക് വന്നിട്ട് അവർക്കത് പെർഫോം ചെയ്യാനുള്ളൊരു വേദിയായിട്ട് തന്നെ മാറ്റാൻ പറ്റും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടെക്നോളജി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പുതിയ ടെക്നോളജി ഈ ഒരു ബെക്കിന്റെ പാർട്ട് ആവുന്നത് എങ്ങനെയാണ്? ടെക്നോളജി ഇന്നത്തെ കാലത്ത് ഒരു ഓപ്ഷൻ അല്ല, ഒരു നെസസിറ്റിയാണ് അല്ലേ. അപ്പോൾ ഏത് ടെക്നോളജി ആണെങ്കിലും അത് നെസസിറ്റി തന്നെ. അപ്പോൾ നമ്മൾ ടെക്നോളജി അധിഷ്ഠിതമായ കാര്യങ്ങൾ, നമ്മളുടെ നല്ലൊരു ERP ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കമ്പനിയുടെ എല്ലാവിധ ഓപ്പറേഷൻസിലും നമ്മൾ ഇത് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം പഴയ കാലത്തുള്ള രീതികളെല്ലാം മാറി. അപ്പോൾ എല്ലാ ഓട്ടോമേഷൻ ആയിരിക്കും. ഡാറ്റ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു ഡിസിഷൻ മേക്കിങ്ങിനും ഡാറ്റ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ പറഞ്ഞ പോലെ ഈ 6-7 ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ 7 ബിസിനസ്സിൻ്റെയും കൃത്യമായ ഡാറ്റ, അതിൽ പ്രോഫിറ്റും ലോസും മാത്രമുള്ള ഡാറ്റയല്ല, കസ്റ്റമർ ഫീഡ്ബാക്കിൻ്റെ ഡാറ്റ ഉണ്ടാവും,
പിന്നെ നമ്മുടെ ക്വാളിറ്റിയെക്കുറിച്ചുള്ള ഇതുണ്ടാവും, ഇനി അതിൻ്റെ പുതിയ സാധ്യതകൾ എന്താണെന്നുള്ള ഡാറ്റ, ഇതെല്ലാം ഡാറ്റ ബേസ്ഡ് ആണ്. അപ്പോൾ ഡാറ്റ ബേസ്ഡ് ആയിട്ടുള്ള എത്രത്തോളം ഡാറ്റ നമുക്ക് ഡിജിറ്റലി ഇല്ലെങ്കിൽ കിട്ടുകയാണെങ്കിൽ മാത്രമേ ഡാറ്റയെ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് റൈറ്റായ ഡിസിഷനിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടെക്നോളജി ഈസ് നോട്ട് എ ഓപ്ഷൻ, ഇസ് എ നെസസിറ്റി. ഇത്രയും ഫെയിമിൽ നിൽക്കുന്ന സെലിബ്രിറ്റി ഷെഫ് എന്നുള്ള രീതിക്ക് ഇത്രയും ഫെയിമിൽ നിൽക്കുന്ന സമയത്ത് ബെക്ക് പോലുള്ള ഒരു കോൺസെപ്റ്റിൽ ഒരു പാർട്ട്ണർ ആവാം എന്ന് തീരുമാനം എടുക്കുന്നതിന് കാരണം എന്തായിരുന്നു? ഒന്നാമത്തെ കാര്യം, ഞാനും നസീർ ഭായിയായിട്ട് ഒരുപാട് കാലത്തെ ഒരു ബന്ധമുണ്ട്. രണ്ടാമത്തത്, നിങ്ങളിപ്പോൾ പറഞ്ഞ സെലിബ്രിറ്റി ഷെഫ് എന്നുള്ള ഒരു പേര് വരാനുള്ള കാരണം ജനങ്ങളാണ് അല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും എനിക്ക് മാത്രം ഗുണമല്ല, നമ്മുടെ ജനങ്ങൾക്കും എന്തെങ്കിലും ഗുണമുണ്ടാവണം. അത് എൻ്റെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ വന്നൊരാളാണ്. അപ്പം അതായത് ബെക്കിൽ ഞാൻ വന്നു സംസാരിച്ചു, അവരുടെ ഒരു ആശയം പറഞ്ഞപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, അതായത് ഞാനും വളരണം. ഇപ്പം ബിസിനസ് തുടങ്ങണമെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് തുടങ്ങാം, എനിക്ക് വേണമെങ്കിൽ തുടങ്ങാം. പക്ഷേ ഇതല്ല, ബെക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് സ്വന്തമായിട്ടും വളരാം, അതുപോലെ ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാർക്കും വളരാം. ഇതാണ് ബെക്കിൻ്റെ ഒരു കോൺസെപ്റ്റ്. പിന്നെ അതിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയ കാര്യം, ബെക്ക് മോഡുലാർ കിച്ചൺ. കേരളത്തിൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും മോഡുലാർ കിച്ചൺ അത്രയും പ്രീമിയം ആയിട്ട് ചെയ്യുന്നില്ല. അപ്പം നസീർ ഭായിയെ സംബന്ധിച്ചിടത്തോളം ആള് അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എക്സ്പീരിയൻസിൽ ഒരാളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്കിത് ബെറ്റർ ആയിരിക്കും. കാരണം പണ്ടേ ഇഷ്ടമുള്ളൊരു ഒരു ഫീൽഡാണ് ഈ ഫർണിച്ചർ, അതുപോലെ മോഡുലാർ കിച്ചൺസ്, അങ്ങനെ ഉള്ള കാര്യങ്ങൾ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അഭിലാഷ് ഭായിയും പരിചയപ്പെടുന്നത്. അപ്പം അങ്ങനെ നമ്മൾ 3 പേര് ഇരുന്നപ്പം 3 പേരുടെയും മൈൻഡിൽ 3 ആശയങ്ങൾ വന്നു. അപ്പം ആദ്യം ബെക്ക് കിച്ചൺ കൺസ്ട്രക്ഷൻ എന്നുള്ള രീതിയിലേക്കാണ് വന്നത്. അപ്പം ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റും കൂടി ഇതിൽ കൊണ്ടുവന്നുകൂടാ. അങ്ങനെയാണ് ആ ഒരു റെസ്റ്റോറൻറ്റ് ആശയം കൂടി ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് നമ്മൾ 3 പേരുടെയും ഒരു ഐഡിയാസ് വന്നപ്പോൾ ബെക്ക് ആ ഒരു ബിസിനസ് ക്ലബ്ബ് ഒന്നുകൂടി ഒന്ന് കളർഫുള്ളായെന്ന് തോന്നി. അപ്പോൾ ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാനും ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരെ നമ്മുടെ ബെക്കിലേക്ക് നമ്മുടെ പാർട്ട്ണറായിട്ട് കൊണ്ടുവരാന്നുള്ള ഒരു രീതിയിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ. സോ മാർക്കറ്റിംഗിൽ സാറിന്റെ റോൾ എന്തായിരിക്കും? അപ്പോൾ മാർക്കറ്റിംഗിൽ ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവരിലേക്ക് നമ്മുടെ ഈ ബെക്കിനെ കുറിച്ച് എത്തിക്കുക. കാരണം ഒരു പുതിയ ടൈപ്പ് ഓഫ് ബിസിനസ്, പുതിയ സ്റ്റൈൽ ബിസിനസ്, നമ്മൾ ഏതൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ആ കൺഫ്യൂഷൻസൊക്കെ നമ്മുടെ ബെക്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ടെൻഷനില്ല, സെക്യൂർഡാണ്. ഇതാണ് മെയിൻ. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പൈസ അതിലത്രയും സെക്യൂർഡാണ്. കാരണം നമ്മൾ ലാൻഡ് വാങ്ങി അതിൽ ബിൽഡ് ചെയ്യുന്നു. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ അവിടെ എപ്പോഴും നമ്മളൊരു നെഗറ്റീവ് വശം ചിന്തിക്കുകയാണെങ്കിൽ പോലും അതവിടെ സെക്യൂർഡാണ്. അപ്പം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക. ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അവരിലേക്ക് എത്തിക്കുക. അവരിൽ താല്പര്യമുള്ള ആൾക്കാരെ നമ്മുടെ ബെക്കിലേക്ക് കൊണ്ടുവരിക. ബെക്കിന്റെ 2-3 വീഡിയോസ് നോക്കുന്ന സമയത്ത് ഞാൻ കണ്ടു സെലിബ്രേറ്റിംഗ് കൾച്ചർ എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഏതൊരാളുടെയും സ്വപ്നമാണ് സ്വന്തം വീട് അല്ലെങ്കിൽ സ്വന്തം കിച്ചൺ. അപ്പോൾ നമ്മൾ ഇപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മൾ പൈസ വാങ്ങിയിട്ട് വെറുതെ ഒരു കിച്ചൺ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വെറുതെ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ഈ റെസ്റ്റോറൻറ്റുകളൊക്കെ പോയി കഴിഞ്ഞാൽ സാധാരണ ഇപ്പം പോയിട്ട് ഭക്ഷണം കഴിക്കുന്നു, ജസ്റ്റ് പേ ചെയ്യുന്നു, പോകുന്നു, അത്രയല്ലേ ഉള്ളൂ. അതല്ലാതെ പുതിയൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക. അതായത് വരുന്ന കസ്റ്റമേഴ്സിന് സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു സ്പോട്ടാണ് നമ്മുടെ ബെക്ക് റെസ്റ്റോറൻറ്റ്. ഫോർ എക്സാമ്പിൾ ബർത്ത്ഡേസ്, ആനിവേഴ്സറീസ്, എൻ്റെ മകളുടെ കാതുകുത്ത്, അല്ലെങ്കിൽ കല്യാണം, അങ്ങനത്തെ പല സെലിബ്രേഷൻസ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കും. അത് ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഷെഫിൻ്റെ അണ്ടറിൽ ഒരു സെലിബ്രേഷൻ മോഡിലേക്ക് കൊണ്ടുവരുന്നത്. സാധാരണ എന്ന് പറയുമ്പോൾ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു പാർട്ടി ഹാൾ കൊടുക്കും, അല്ലെങ്കിൽ അതിനൊരു ഫുഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്നല്ലാതെ അവിടെ കഴിഞ്ഞു. ഇത് ഷെഫ് ഡയറക്റ്റ്ലി അവരുമായിട്ടുള്ള അവരുടെ ഒരു പ്രോഗ്രാമിൽ ഇൻക്ലൂഡായിട്ട് അവരുടെ ഒരു ഭാഗമാവുക, അങ്ങനെയുള്ളൊരു ഓർമ്മകൾ. പിന്നെ അവരറിയാതെ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണം, അപ്പം അവരറിയാതെ നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ എല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവർ ആ ഒരു പിന്നെ ബർത്ത്ഡേ പേഴ്സൺ എൻട്രി ചെയ്യുമ്പം അവരറിയാതെ ഒരു സെലിബ്രേഷൻ. പിന്നെ അതല്ലാതെ നമ്മൾ വീടുകളിൽ പോയിട്ട് ഇതുപോലുള്ള സർപ്രൈസുകൾ കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ബെക്ക് സെലിബ്രേറ്റിംഗ് എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അതുപോലെ ഒരു ഇൻവെസ്റ്റർ സാറിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും നമ്മൾ കൊടുക്കുക? ഫസ്റ്റ് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി അല്ല, ഇതൊരു പാർട്ട്ണർഷിപ്പ് ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുന്നത്. അതായത് ഒരാൾ ഈ നമ്മുടെ ബിസിനസ്സിലേക്ക് പാർട്ട്ണർഷിപ്പ് ആകുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, ഒന്ന് ലാൻഡിൽ അവർക്ക് പാർട്ട്ണർഷിപ്പ് കിട്ടും. പിന്നെ അതിൽ വരുന്ന കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ അവർക്ക് പാർട്ട്ണർഷിപ്പ് കിട്ടും. പിന്നെ അതേ ബിൽഡിങ്ങിൽ തന്നെ വരുന്ന കേരളത്തിൽ തന്നെയുള്ള ഏറ്റവും നല്ലൊരു മോഡുലാർ കിച്ചൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂം ആയിരിക്കും
അതിൽ പുള്ളി പാർട്ണർഷിപ്പ് കിട്ടും. പിന്നെ അതുപോലെ കിച്ചൺ ഇൻറ്റീരിയർ എക്സ്പീരിയൻസ് ഉണ്ട്, അതിൽ പാർട്ണർഷിപ്പ് കിട്ടും. പിന്നെ കൺസ്ട്രക്ഷൻ അതിൽ പാർട്ണർഷിപ്പ് കിട്ടും. ഷെഫ് ഷാൻ റെസ്റ്റോറൻറ്റ് അതിൽ പാർട്ണർഷിപ്പ് കിട്ടും. പിന്നെ നമ്മുടെ ഒരു ഹോട്ടൽ റൂംസ് വരുന്നു, അതിലൊക്കെ ഇതൊക്കെ വരുന്ന, പിന്നെ ദുബായിലുള്ള നമ്മളെ കമ്പനി, ഇതിലൊക്കെ ഇവർക്ക് പാർട്ണർഷിപ്പ് കിട്ടുന്നത്. അല്ലാണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടല്ല നമ്മൾ ഇതിലേക്ക് അവിടെ ആൾക്കാർ കൊണ്ടുവരുന്നത്. ഇതിന്റെ ഒരു പാർട്ടാവാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 25 ലാഖാണ് ഇതിൽ പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട് ഒരാൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവർക്ക് കിട്ടുന്ന കമ്പനിയുടെ 2.66% പാർട്ട്ണർഷിപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ നസീർ ഭായി, അതുപോലെ ഈ 2.66% എന്ന് പറയുമ്പോൾ നമ്മുടെ 10,000+ സ്ക്വയർ ഫീറ്റ് ഉള്ള ബിൽഡിങ്ങാണ് വരിക. അപ്പോൾ അതിൻ്റെ അപ്രോക്സിമേറ്റ്ലി വരുന്ന 260 to 300 സ്ക്വയർ ഫീറ്റാണ്. കണ്ണൂർ നിലവിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് 25-നും മേളിൽ. എനിക്ക് അത്രയും സ്ക്വയർ ഫീറ്റ് കൊമേഴ്ഷ്യൽ പ്ലേസ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം അതാണ് നമ്മളുടെ ഡിഫറൻസ്. ഇപ്പോൾ കണ്ണൂരിൽ 25 ലാക്സ് ഒരാൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഇന്നൊരു 200 സ്ക്വയർ ഫീറ്റ് മാക്സിമം കിട്ടുക, 200 സ്ക്വയർ ഫീറ്റ് ഒരു കൊമേഴ്ഷ്യൽ ഏരിയ കിട്ടുക. ഈ പൈസക്കാർ നമ്മൾ ഇവിടുന്ന് അതിലും കൂടുതൽ സ്ക്വയർ ഫീറ്റ് ഏരിയ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മോഡുലാർ കിച്ചൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമിൽ പാർട്ട്ണർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഇൻറ്റീരിയർ എക്സ്പീരിയൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അതുപോലെ തന്നെ നേരത്തെ മിസ്സായി പോയൊരു സംഭവമാണ് നമ്മുടെ മോഡുലാർ കിച്ചൻ്റെ ഫാക്ടറി. ഒരു ഫാക്ടറി ഇവിടെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വളരെ വലിയൊരു എമൗണ്ട് വേണം. അതിലും ഒക്കെ ഇതിൽ പാർട്ട്ണർഷിപ്പ് ഇവർക്ക് കിട്ടുന്നുണ്ട്. സാർ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇത്രയും 7ഓളം ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞു. അതില് ധൈര്യത്തോടെ ഇറങ്ങാൻ ആ ഒരു കോൺഫിഡൻസ് സാറിന് എവിടെ നിന്നാണ് കിട്ടിയത്? കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പോൾ മോഡുലാർ കിച്ചണിൽ ഏകദേശം 25 years+ ആയി ഈ മേഖലയിൽ ഞാൻ ബിസിനസ് ചെയ്യുന്നു. പിന്നെ ഇൻറ്റീരിയറിൽ അതുപോലെ ഒരു 20 years+ ആയി, കൺസ്ട്രക്ഷനിലും അതെ. പിന്നെ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ തന്നെ ഉള്ളത് ഷെഫ് ഷാനാണ്. പുള്ളിക്ക് ഇപ്പോൾ ഒരു 20 years+ പുള്ളിയും അതിലൊരു എക്സ്പീരിയൻസും. പിന്നെ അഭിലാഷും ഇതുപോലെ ഒരു NRE ആണ്. ഒരു ബിസിനസ്സിലും മറ്റുള്ള പല മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് പുള്ളിക്കും ഉണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് ഒരു ബിസിനസ്സിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ആരും ക്യാഷ് നമ്മൾ എവിടെയും കൊണ്ടുപോയിട്ട് വേസ്റ്റ് ആക്കുന്നത്. നമ്മൾ പ്രോപ്പർട്ടിയിലേക്കും കൊമേഴ്ഷ്യൽ ഇതന്നെ നമ്മൾ ഏറ്റവും വലിയ സെക്യൂരിറ്റിയാണ്. ഇങ്ങനൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ണൂരിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇത് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെ. ഇത് കണ്ണൂരിൽ തുടക്കം മാത്രമാണ്, നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും വരും അല്ലേ? അതെ, അത് തന്നെയാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്ലാൻ. തുടക്കമാണ്, നല്ല തുടക്കമാവട്ടെ. അതുപോലെ ഇൻവെസ്റ്റേഴ്സ് എന്തുകൊണ്ട് നമ്മുടെ ബെക്കിനെ ചൂസ് ചെയ്യണം എന്നുള്ളത്? സോറി, ഇൻവെസ്റ്റർ അല്ല, പാർട്ട്നേഴ്സ്. ഓക്കെ, പാർട്ട്നേഴ്സ് എന്തുകൊണ്ട് ബെക്കിനെ തിരഞ്ഞെടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബെക്കിൽ ഉള്ള നമ്മൾ ഒരു ട്രാൻസ്പെറൻസിയാണ് നമ്മൾ മെയിനായിട്ടുള്ള നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നൊരു കാര്യം. കാരണം പല ബിസിനസ്സുകളിലും നമ്മൾ പറയുന്നുണ്ട്, നമുക്കൊരു പാർട്ട്ണർഷിപ്പോ ഐദർ ഇൻവെസ്റ്റ്മെൻറ്റോ ആയിട്ട് പോയാൽ പോലും നമുക്ക് എത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആയിട്ട് അതിൻ്റെ റിട്ടേണും അതിൻ്റെ ഓപ്പറേഷൻസും കാര്യങ്ങളും നമുക്ക് ട്രാൻസ്പെറൻസി ഉണ്ടാവില്ല. അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. നമ്മളിപ്പോൾ ഒരു വണ്ടിയും കൊണ്ട് കമ്പനിയുടെ ഒരു വർക്ക്ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി ഉള്ളിലോട്ട് സർവീസിന് പോയി തിരിച്ചു വരുമ്പോൾ മാത്രം നമ്മൾ കാണുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് തന്നെ നടക്കുന്നത് നമുക്കറിയത്തില്ല. എന്ന് പറഞ്ഞ പോലെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, പിന്നെ എൻഡ് ഓഫ് ദി ഇയറിൽ അവർക്ക് കിട്ടുന്ന ഒരു പിന്നെ ഡിവിഡൻറ്റിൻ്റെ ഒരു ഷീറ്റിലാണ് ഈ കമ്പനിയുടെ പെർഫോമൻസിനെ കുറിച്ച് അറിയുക. നമ്മളൊരു കമ്പനിയുടെ ഷെയർ, പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ ഷെയർ മേടിക്കുന്നു. കമ്പനിയുടെ ആക്ച്വൽ പിന്നെ ഓപ്പറേഷൻസിനോ അതിൻ്റെ ഫ്യൂച്ചർ പ്ലാനിലോ ഒന്നും ആരും ഇൻവോൾവ് അല്ല. പക്ഷേ ബെക്കിൽ പാർട്ട്നേഴ്സ് ആകുക എന്ന് പറഞ്ഞാൽ അവർ ഓരോ സ്റ്റെപ്പിലും അവർ 100% ഇൻവോൾവ് ആണ്. അതിൻ്റെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് 100% ഞങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്. അതിപ്പം പർച്ചേസ് ഓഫ് ദി ലാൻഡ് ആയാലും കൺസ്ട്രക്ഷൻ ഓഫ് ദി ബിൽഡിംഗ് ആയാലും ഓരോ 7 ബിസിനസ്സിലേക്കുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയാലും അതിൻ്റെ ക്യാപിറ്റൽ അലൊക്കേഷനാണ്, എല്ലാ തരത്തിലും 100% ക്ലാരിറ്റി ഉണ്ടാവും, ട്രാൻസ്പെറൻസി ഉണ്ടാവും. അത് എല്ലാ പാർട്ട്നേഴ്സിനെയും നമ്മൾ കൃത്യമായിട്ട് ഇയർ എൻഡിലാണെങ്കിലും ഇല്ലെങ്കിൽ അതിൽ ഡയറക്ടർ ബോർഡിലേക്ക് വരുന്ന പാർട്ട്നേഴ്സ് ഉണ്ടാവാം, അവരെ അടക്കം കൃത്യമായ കാര്യങ്ങൾ നമ്മൾ ട്രാൻസ്പെറൻസിയിൽ നമ്മൾ അവരെ അറിയിക്കും. പിന്നെ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആളുകൾക്കെല്ലാം നമ്മളിപ്പോൾ നിലവിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പം ഷാൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് ഇല്ലെങ്കിൽ ആളുകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുന്ന ഒരു എന്താ പറയുക ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ് ഷാൻ. അപ്പോൾ ഷാനെ ഞങ്ങൾ ഇതിലേക്ക് ചൂസ് ചെയ്ത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം ഷാൻ്റെ എനർജിയെ കമ്പനിയുടെ അസറ്റായിട്ട് വളർത്തുക എന്നുള്ള ഇതിൽ മാത്രമാണ്. ഷാനെ ചൂഷണം ചെയ്യുകയാണ് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇതിലോട്ട് വരുമ്പം ഞാനൊരു പാർട്ട്ണർ എന്ന നിലയ്ക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ഒരു ഓൾമോസ്റ്റ് 1 year ago അല്ലേ ഞാൻ പുള്ളിയായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പം ഈ ഐഡിയയിൽ നമ്മൾ ആകർഷകരായിട്ട് നമ്മളും കൂടെ കൂടിയിരുന്ന് ഈ ഐഡിയ ഡെവലപ്പ് ചെയ്ത് അന്നേരമാണ് എനിക്കും പുതിയൊരു റോൾ അതിലേക്ക് വരുന്നത്. ഇപ്പം ഇവർ എൻ്റെ പൊട്ടൻഷ്യൽ എന്താണോ അതിൽ എന്നെ അവർ പിന്നെ ഉൾപ്പെടുത്തി. ഷാൻ്റെ ഒരു ഏരിയ ഉണ്ട്, ഷാൻ ആ ഏരിയയിൽ ഏതാണോ അവരുടേതായ പിന്നെ എന്താ പറയുക സ്ട്രോങ് ഏരിയാസിൽ അവർ ചെയ്യും. പുള്ളി റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ, പിന്നെ ഇൻറ്റീരിയർ, കിച്ചൺ, ഈ മേഖലകൾ വർഷങ്ങളായിട്ട് കണ്ണൂർ അതുപോലെയുള്ള ലിങ്കുള്ള ആളാണ്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു ഏരിയയിലുള്ള എക്സ്പീരിയൻസ് പ്ലസ് ക്രിപ്റ്റോ ട്രേഡിങ്ങിൽ പുള്ളി പേഴ്സണലി ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ചെയ്യുന്നുണ്ടെന്നുള്ളത് പേഴ്സണലി ഞങ്ങൾക്കറിയാം. അപ്പം അതും കൂടെ വരുമ്പോഴാണ് പുള്ളിയുടെ ഒരു ഏരിയ പുള്ളി സ്ട്രോങ് ആണ്. അപ്പം അതാണ് പറഞ്ഞത്, ഇതിൽ ഒരു ഇൻവെസ്റ്റർ, ഒരു പാർട്ട്ണർ ഇതിൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ
അവർക്ക് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ട്രാൻസ്പെറൻസി, ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആളുകൾ നല്ലൊരു സ്ട്രോങ് പ്രോസസ്സ്, പിന്നെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല എന്നുള്ളതാണ്. നമ്മളിതൊരു ഷോർട്ട് ടൈം ഹിറ്റ് ആൻഡ് റൺ എന്നുള്ളൊരു ബിസിനസ് മോഡലല്ല നമ്മൾ ഒരിക്കലും ചെയ്യുന്നത്. ബെക്ക് എന്നുള്ളൊരു ബ്രാൻഡിനെ ലോങ് ടൈം ആയിട്ട് വളർത്തുക, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മുടെ ടൈമും എനർജിയും എല്ലാം ആ ബ്രാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതൊരു വേൾഡ് ക്ലാസ് ബ്രാൻഡായിട്ട് ഇന്ത്യയിൽ പുറത്തും ബാക്കി സ്ഥലത്തേക്ക് വളർത്തുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൽ ഷോർട്ട് ടൈം ഗെയിൻ എന്താണെന്നുള്ളത് ഞങ്ങൾ ആരുടെയും കൺസേൺസ് ചെയ്യല്ല. അപ്പോൾ അത്തരത്തിലുള്ള പാർട്ട്നേഴ്സിനെയാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ ഷോർട്ട് ടൈം ഗെയിൻസ് അല്ലാതെ ലോങ് ടൈം പെർസ്പെക്റ്റീവ് കാഴ്ചപ്പാടുള്ള ആളുകൾ, അവരുടെ ആ ഗ്രോത്തിനെ കുറിച്ചുള്ള ഒരു അംബീഷ്യസ് ആയിരിക്കും, അവരുടെ കുറേ വിഷൻസ് ഉണ്ടാവും, അതിനെല്ലാം ക്ലബ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിരിക്കും. അവരുടെ എല്ലാം ഐഡിയാസ് ഓപ്പൺ ടു ഡിസ്കസ്. അതാണ് നമുക്ക് ഇതിലേക്ക് വരുന്ന പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള ജസ്റ്റ് ഒരു സിംഗിൾ വേർഡ്. അതുപോലെ തന്നെ ഇതിൽ ഒരു സസ്പെൻസ് ആക്കിയിട്ടൊരു സാധനം വെച്ചിട്ടുണ്ട്. ഇതുവരെ നമ്മളിവിടെ പറയുന്നില്ല. അത് നവംബറിലോ ഡിസംബറിലോ ആ സംഭവം ലോഞ്ച് ചെയ്യും. അത് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും. അതൊരു മോഡുലാർ കിച്ചണുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് ഇന്ത്യയിൽ ഇതുവരെ ആരും ചെയ്യാത്തൊരു സംഭവമാണ്. കണ്ണൂരിൽ വരാം. ഇപ്പൊ ഇല്ല, അത് നിങ്ങൾ വെയിറ്റ് ആൻഡ് സീ. ക്രിപ്റ്റോന്റെ കാര്യം സാറ് പറഞ്ഞല്ലോ. അപ്പൊ ക്രിപ്റ്റോ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സ്കാംസും കാര്യങ്ങളും ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതുപോലത്തെ ഒരു ബെക്ക് ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ഈ ക്രിപ്റ്റോ പല ആൾക്കാർക്കും സ്കാമാണ് എല്ലാവർക്കും കൂടുതൽ കേൾക്കാൻ താല്പര്യം. അതിന്റെ പോസിറ്റീവ് ആരും പഠിക്കില്ല. ക്രിപ്റ്റോ കറൻസിന് ഞാൻ ഈ മേഖലയിലേക്ക് വരുന്ന സമയത്ത് ക്രിപ്റ്റോ കറൻസിന്റെ മാർക്കറ്റ് ക്യാപ്പ് 100 ബില്യൺ ആയിരുന്നു. 100 ബില്യൺ. അത് താഴോട്ടൊക്കെയല്ല പോയത്. ഇപ്പം 3.5 ട്രില്യൺ ആണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇത്രയും പോകാനുണ്ടായ കാരണം വേൾഡിൽ ഇപ്പോൾ ഏകദേശം 60 കോടിയിൽ കൂടുതൽ ആൾക്കാർ ക്രിപ്റ്റോ കറൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ബിസിനസ്സിൽ ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ അസറ്റായിട്ട് പല ആൾക്കാരും അത് ഇപ്പോൾ അസറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ലാസ്റ്റ് മീഡിയ വണ്ണിൽ വന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ദുബായിൽ എമിറേറ്റ്സ് ക്രിപ്റ്റോ കറൻസി സ്വീകരിക്കും. നിങ്ങൾക്ക് എമിറേറ്റ്സിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ക്രിപ്റ്റോ കറൻസി സ്വീകരിക്കും. 4-5 മാസം മുമ്പ് ഡ്യൂട്ടി ഫ്രീ, ദുബായിൽ ഡ്യൂട്ടി ഫ്രീയിൽ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചിട്ട് അവിടെ സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ദുബായി പോയ സമയത്ത് അവിടെ പല റിയൽ എസ്റ്റേറ്റ് കമ്പനീസും ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫ്ലാറ്റോ വില്ലാസോ വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി ദുബായിലുണ്ട്. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ വേൾഡിൽ 30,000 സംതിങ് ATM കൗണ്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിൻ്റെ കൗണ്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ അമേരിക്ക പോലത്തെ ഇപ്പം ബ്ലാക്ക് റോക്ക്, ലോകത്തെ ഏറ്റവും വലിയ ഫണ്ട് മാനേജ്മെന്റ് കമ്പനിയാണ് ബ്ലാക്ക് റോക്ക്. ഒരു 3-4 ദിവസം മുന്നേ ക്രിപ്റ്റോ കറൻസി, അതായത് ബിറ്റ് കോയിൻ പർച്ചേസ് ചെയ്തത് 2000 crore പ്ലസിനാണ്. അങ്ങനെ വേൾഡിൽ പല ആൾക്കാരും ക്രിപ്റ്റോ കറൻസിനെ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മളിവിടെ നെഗറ്റീവ് മാത്രം കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ഇതിനൊരു പേടിയാണ്. ക്രിപ്റ്റോ കറൻസി നെക്സ്റ്റ് ജനറേഷൻ കറൻസി തന്നെയാണ്. അതിലൊരു ഡൗട്ടും ആർക്കും വേണ്ട. ബെക്ക് എന്ന് പറയുന്നത് നല്ലൊരു എക്കോസിസ്റ്റമാണ്. ബിസിനസ്സിലുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ബെക്ക് ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതൊരു റൈറ്റ് പീപ്പിൾ, ഗുഡ് കൾച്ചർ, പ്രോപ്പർ സിസ്റ്റം. ഇത് പറയുമ്പോൾ റൈറ്റ് പീപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പാർട്ട്നേഴ്സിനാണെങ്കിലും ചൂസിങ് ഓഫ് ദ റൈറ്റ് പാർട്ട്നേഴ്സ്, സെലക്ഷൻ ഓഫ് ടാലൻസിനെ സെലക്ഷൻ ആണെങ്കിലും റൈറ്റ് പീപ്പിൾ ആയിരിക്കണം. അപ്പോൾ അവർക്ക് നല്ലൊരു വർക്കിംഗ്, ഇല്ലെങ്കിൽ പാർട്ട്നേഴ്സിനാണെങ്കിലും എൻഗേജ് ചെയ്യാനും വർക്കിംഗ് കൾച്ചർ ഉണ്ടാക്കുക. അതോടൊപ്പം ഇതിനെല്ലാം ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നല്ലൊരു പ്രോപ്പറായിട്ടുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക. അതാണ് നമ്മളുടെ മെയിൻ മോട്ടോ പറയുന്നത്. അതുപോലെ ട്രെൻഡിങ്ങിൻ്റെ ഒരുമിച്ച് നമ്മൾ ബിസിനസ് ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം എല്ലാവരും ചെയ്യുന്നത് പോലെ അല്ലാതെ സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഒരുമിച്ച് കൂടാം. അപ്പോൾ എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ, കൂടുന്നോ നമ്മുടെ കൂടെ.